ഓം നമോ നാരായണായ. നാരായണീയം ദശകം 19. പ്രചേതസ്സുകളുടെ കഥ. പൃഥുവിൻ്റെ വംശത്തിൽ പ്രചേതസ്സുകളുടെ ജനനം വർണ്ണിക്കുന്നു. പൃഥോസ്തു നപ്താ പൃഥുധർമ്മകർമ്മഠ പ്രാചീനബർഹിർ യുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസുതാൻ അജീജനത്വത്കരുണാങ്കുരാനിവ. പൃഥുചക്രവർത്തിയുടെ പുത്രൻ വിജിതാശ്വൻ, വിജിതാശ്വന്റെ പുത്രൻ ഹവിർധാനൻ, ഹവിർധാനന്റെ പുത്രനായിരുന്നു ബർഹിഷത്ത്. അപ്പോൾ പൃഥുചക്രവർത്തിയുടെ പൗത്രപുത്രനായിരുന്നു ബർഹിഷത്ത്. അദ്ദേഹം അനേകം യാഗങ്ങൾ നടത്തി. അതുകൊണ്ട് പ്രാചീന ബർഹിസ് എന്ന പേരുണ്ടായി. കിഴക്കോട്ട് തലവരുമാറ് ബർഹിസുകൾ, അതായത് ദർഭപ്പുല്ലുകൾ ഭൂമിയിൽ മുഴുവൻ വിരിച്ചവൻ എന്നാണ് ഈ വാക്കിനർത്ഥം. കാരണം യാഗങ്ങൾക്ക് മഹാവേദിയിലാകെ ദർഭപ്പുല്ല് കിഴക്കോട്ട് തലയാക്കി വിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഭൂമി മുഴുവൻ ദർഭ വിരിച്ചവനത്രേ പ്രാചീന ബർഹിസ്. സമുദ്രപുത്രിയായ ശതദ്രുതിയാണ് പ്രാചീന ബർഹിസിന്റെ ധർമ്മപത്നി. ശതദ്രുതിയിൽ അദ്ദേഹത്തിന് ഭഗവാന്റെ കാരുണ്യത്താൽ പ്രചേതസ്സുകൾ എന്ന 10 പുത്രന്മാർ ജനിച്ചു. അച്ഛൻ്റെ നിയോഗമനുസരിച്ച് തപസ്സിന് പുറപ്പെട്ട പ്രചേതസ്സുകൾ പടിഞ്ഞാറേ കടൽക്കരയിലെത്തിയപ്പോൾ അവിടെ ഒരു പൊയ്ക കാണുന്നു. പിതുസ്സിസൃക്ഷാ നിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാ ദശാഭിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം. പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കണമെന്നാണ് അച്ഛനായ പ്രാചീന ബർഹിസിന്റെ ആഗ്രഹം. തപസ്സുകൊണ്ടേ നല്ല സൃഷ്ടി വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ തപസ് ചെയ്യാനുള്ള സ്ഥലം അന്വേഷിച്ചാണ് പ്രചേതസ്സുകൾ പുറപ്പെട്ടത്. പോകും വഴിക്ക് പടിഞ്ഞാറേ സമുദ്രത്തിന്റെ അടുക്കലെത്തിയപ്പോൾ അതിൻ്റെ കരയ്ക്ക് ഭംഗിയുള്ള വിശേഷപ്പെട്ട ഒരു പൊയ്ക കണ്ടു. ശ്രീപരമേശ്വരൻ അവിടെ വന്ന് ഭഗവാനെക്കുറിച്ചുള്ള സ്തോത്രം പ്രചേതസ്സുകൾക്ക് ഉപദേശിക്കുന്നു. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവൽസേവകദർശനാദൃത പ്രകാശമാസാദ്യ പുരപ്രചേതസാം ഉപാദിശത് ഭക്തതമസ്തവസ്തവം. ശ്രീ പരമേശ്വരൻ വിഷ്ണുവിൻ്റെ പരമഭക്തനാണ്. പ്രചേതസ്സുകളും ഭഗവത് ഭക്തന്മാരാണ്. ഭക്തന്മാർക്ക് മറ്റു ഭക്തന്മാരെ കാണാൻ ആഗ്രഹമുണ്ടാകുമല്ലോ. അതിനാൽ ശ്രീ പരമേശ്വരൻ ഭഗവത് ഭക്തരായ പ്രചേതസ്സുകളെ കാണാൻ ഈ അവിടുത്തെ തീർത്ഥത്തിലേക്ക് വന്നു എന്നാണ് മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രചേതസ്സുകൾ പടിഞ്ഞാറേ സമുദ്രക്കരയിൽ കണ്ട പൊയ്ക ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തുള്ള തീർത്ഥക്കുളമാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഇപ്രകാരം പ്രചേതസ്സുകൾക്ക് മുന്നിൽ പ്രത്യക്ഷനായ ശ്രീപരമേശ്വരൻ രുദ്രഗീതം എന്ന സ്തോത്രം പ്രചേതസ്സുകൾക്ക് ഭഗവത് ഭജനത്തിനായി ഉപദേശിച്ചു കൊടുത്തു. ഈ പരമേശ്വരനത്രേ മമ്മിയൂർ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. രുദ്രഗീതം ജപിച്ചുകൊണ്ട് പ്രചേതസ്സുകൾ 10,000 സംവത്സരം ഭഗവാനെ ഭജിച്ചു എന്ന് പറയുന്നു. സ്തവം ജപന്തസ്തമമീജലാന്തരേ ഭവന്തമാസേ വിശദായുധം സമാ ഭവൽ സുഖാസ്വാദരസാദമീശ്വിയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രത. പ്രചേതസ്സുകൾ രുദ്രഗീതം ജപിച്ചുകൊണ്ട് വെള്ളത്തിനുള്ളിൽ 10,000 സംവത്സരം തപസ്സു ചെയ്തു എന്ന് പറയുന്നു. പ്രചേതസ്സുകൾക്ക് ആനന്ദസ്വരൂപനായ ഭഗവാനിൽ രമിച്ചുകൊണ്ട് ആനന്ദമനുഭവിച്ച് സുഖമനുഭവിക്കുന്നതിലുള്ള താല്പര്യമുള്ളതുകൊണ്ട് ഇത്രയും വളരെ കാലം ഇപ്രകാരം കഴിഞ്ഞുപോയി. ഭക്തന്മാരുടെ അഭിലാഷം സാധിപ്പിക്കുന്നതിൽ തൽപരനായ ഭഗവാൻ ധ്രുവന്റെ കാര്യത്തിലെന്ന പോലെ വേഗത്തിലുള്ള പ്രസാദം പ്രചേതസ്സുകളുടെ കാര്യത്തിൽ കാണിച്ചില്ല. പ്രചേതസ്സുകളുടെ തപസ്സുകൊണ്ട് അച്ഛനായ പ്രാചീന ബർഹിസിനു കൂടി ഭഗവത് സാരൂപ്യം ലഭിച്ചു എന്ന് പറയുന്നു. തപോപിരേഷാം അതിമാത്രവർദ്ധിഭി സയജ്ഞഹിംസാ നിരതോഭിപാവിത പിതാപിതേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവതാത്മദാമ്യയൗ. പ്രചേതസ്സുകളുടെ അച്ഛനായ പ്രാചീന ബർഹിസ് യാഗങ്ങളിൽ അനേകം പശുക്കളെ കൊന്നിട്ടുള്ളതുകൊണ്ട് പാപവും സമ്പാദിച്ചിരുന്നു.
ആ പാപമെല്ലാം മക്കളുടെ തപശക്തി മൂലം ഇല്ലാതായിത്തീർന്നു. അവരുടെ തപപ്രഭാവം കൊണ്ട് നാരദൻ അവരുടെ പിതാവിൻ്റെ സമീപത്ത് ചെന്ന് ആത്മതത്വം ഉപദേശിച്ചു. അതിനുശേഷം പ്രാചീന ബർഹിസ് കപിലാശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്ത് ഭഗവത് സാരൂപ്യം പ്രാപിച്ചു. നാരദൻ പ്രാചീന ബർഹിസിനു നൽകിയ തത്വോപദേശമാണ് പുരഞ്ജനോപാഖ്യാനം. പ്രചേതസ്സുകളുടെ മുമ്പിൽ ഭഗവാൻ ഗരുഡാരൂഢനായി പ്രത്യക്ഷപ്പെടുന്നു. കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജിചക്രാദിവരായുധാംശുഭിർ ഭുജാഭിരഷ്ടാഭിരുദഞ്ചിതദ്യുതി. ഭക്തവത്സലനായ ഭഗവാൻ പ്രചേതസ്സുകളെ അനുഗ്രഹിക്കാനായി ഗരുഡാരൂഢനായി ചക്രം മുതലായ ശ്രേഷ്ഠമായ ആയുധങ്ങളുടെ ശോഭ കൊണ്ട് വിളങ്ങുന്ന 8 കൈകളോടുകൂടിയ വിഗ്രഹം ധരിച്ച് അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. ചോദിക്കാതെ തന്നെ പ്രചേതസ്സുകൾക്ക് ഭഗവാൻ വരങ്ങൾ നൽകിയെന്ന് പറയുന്നു. പ്രചേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാത്വരാനദ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗരുദ്രനുദിശ്ച കാമദ. ഭക്തന്മാരുടെ അഭീഷ്ടങ്ങൾ അറിഞ്ഞു കൊടുക്കുന്നവനാണ് ഭഗവാൻ. ഇവിടെ ഭഗവത് ഭജനത്തിലുള്ള ആനന്ദം കൊണ്ട് എത്ര കാലം വേണമെങ്കിലും ഭഗവാനെ ഭജിച്ചു കഴിയുന്നതിൽ പ്രചേതസ്സുകൾക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രചേതസ്സുകൾ ആഗ്രഹിക്കാതെ തന്നെ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. അവർ ആവശ്യപ്പെടാതെ തന്നെ അവരോടുള്ള കാരുണ്യം മൂലം ഭക്തോത്തമന്മാരായ നിങ്ങളെ സ്മരിക്കുന്നത് തന്നെ ജനങ്ങൾക്ക് മംഗളമായി ഭവിക്കുമെന്നും രുദ്രനാൽ ഉപദേശിക്കപ്പെട്ട ഭഗവത് സ്തുതിയായ രുദ്രഗീതം ജപിക്കുന്നവർക്ക് സർവഭീഷ്ടങ്ങളും സാധിക്കുമാറാകട്ടെ എന്ന വരം നൽകി അവരെ അനുഗ്രഹിച്ചു. പ്രചേതസ്സുകളുടെ ഭക്തിയാൽ സംപ്രീതനായ ഭഗവാൻ വേറെയും വരങ്ങൾ നൽകുന്നു. അവാപ്യകാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തത്ക്ഷണാച്ഛമാം പ്രയാസ്യഥേതിജ്ഞഗതോ മുദൈവതാൻ. കണ്ടു എന്ന മഹർഷിക്ക് പ്രമ്ലോച്ച എന്ന ദേവസ്ത്രീയിൽ ജനിച്ച മാരിഷ എന്ന പുത്രിയെ നോക്കി വളർത്തിയത് വൃക്ഷങ്ങളാണത്രേ. അതുകൊണ്ട് മാരിഷ വൃക്ഷങ്ങളുടെ പുത്രിയായി. ഇപ്രകാരം മാരിഷ എന്ന വൃക്ഷങ്ങളുടെ പുത്രിയെ വിവാഹം ചെയ്ത് ദീർഘകാലം സന്തോഷമായി ജീവിക്കാനുള്ള വരം ഭഗവാൻ പ്രചേതസ്സുകൾക്ക് നൽകി. കൂടാതെ അവർക്ക് ദക്ഷൻ എന്നു പേരായൊരു പുത്രൻ ജനിക്കുമെന്നും അതിനുശേഷം ജ്ഞാനമാർഗം സ്വീകരിച്ച് ഭഗവത് സായുജ്യം പ്രാപിക്കുമെന്ന് കൂടിയുള്ള വരം നൽകി അനുഗ്രഹിച്ച് ഭഗവാൻ അന്തർധാനം ചെയ്തു. പ്രചേതസ്സുകളുടെ ദാമ്പത്യ ജീവിതം വിവരിക്കുന്നു. തതശ്ചതേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിത ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. ഭഗവാൻ വരങ്ങൾ നൽകി മറഞ്ഞതിനു ശേഷം പ്രചേതസ്സുകൾ വെള്ളത്തിൽ നിന്ന് കയറി നോക്കിയപ്പോൾ പ്രാചീന ബർഹിസ് ഭഗവത് സാരൂപ്യം പ്രാപിക്കുകയാൽ ഭൂമിയെ രക്ഷിക്കാൻ ആരുമില്ലാതെ വന്നതുകൊണ്ട് ഭൂമി മുഴുവൻ മരങ്ങൾ നിറഞ്ഞ് കാടായിരിക്കുന്നത് കണ്ടു. ഉടനെ പ്രചേതസ്സുകൾ കോപിച്ച് വായിൽ നിന്ന് കാറ്റും തീയും സൃഷ്ടിച്ച് മരങ്ങളെല്ലാം ചുട്ടുകളയാൻ തുടങ്ങി. അത് തുടർന്നാൽ ഏറെ താമസിയാതെ ഭൂമിയിൽ ഒരൊറ്റ മരവും ഇല്ലാതാവുമെന്ന് ഭയപ്പെട്ട ബ്രഹ്മാവ് പ്രചേതസ്സുകളെ ആ സാഹസകൃത്യത്തിൽ നിന്ന് വിലക്കി. അങ്ങനെ ബാക്കിയുള്ള മരങ്ങൾ തങ്ങളുടെ മകളായ മാരിഷയെ പ്രചേതസ്സുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഭഗവാൻ വരം നൽകി അനുഗ്രഹിച്ചതുപോലെ ദീർഘകാലം പത്നിയോടുകൂടി അവർ സുഖജീവിതം നയിക്കുകയും ചെയ്തു. പ്രചേതസ്സുകളുടെ പുത്രപ്രാപ്തിയും മുക്തിയും വിവരിക്കുന്നു. അവാപ്യദക്ഷം ച സുതം കൃതാധ്വര പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധ ത്വമീശവാദാലയനാഥ പാഹി മാം. അവസാന കാലത്ത് പ്രചേതസ്സുകൾക്ക് ദക്ഷൻ എന്നൊരു പുത്രനുണ്ടായി. ദക്ഷന് യൗവനമായപ്പോൾ ആ പുത്രനെ പത്നിയുടെ സംരക്ഷണം ഏൽപ്പിച്ച ശേഷം അവർ സന്യസിച്ച് ബ്രഹ്മസത്രം എന്ന യാഗം ചെയ്ത് അതിൻ്റെ അവസാനത്തിൽ നാരദനിൽ നിന്ന് അധ്യാത്മജ്ഞാനം ലഭിച്ച് ഭഗവത് ഐക്യരൂപമായ മുക്തി അടയുകയും ചെയ്തു.
ഇപ്രകാരം ഭക്തന്മാർക്ക് സകല ശ്രേയസ്സുകളും നൽകുന്നതിൽ തൽപരനായ ഗുരുവായൂരപ്പനോട് തന്നെയും രക്ഷിക്കണമേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു.